കേൾക്കുമ്പോ ചേട്ടത്തി മൂപ്പിച്ചോണ്ട് വരും. അപ്പൊ ഇങ്ങനെ അങ്ങോട്ട് ഒരു ചവിട്ട് വെച്ചു കൊടുക്കണം. 1-2 റിഹേഴ്സൽ നടത്തിയിട്ട് വേണം വീട്ടിലേക്ക് പോവാൻ. ചേട്ടനൊന്ന് മുട്ടുപുറത്തേ ചേട്ടാ, ഇനി കാല് വലിച്ചിട്ട് തൊഴി കൊടുത്തേ. എന്നോട് കളിച്ചാലുണ്ടല്ലോ എന്താ ഞാൻ കാട്ടും കാണുവാ. മോളെ ഇതിട്. എനിക്ക് ഡ്രസ് വേണം. എനിക്ക് ആ ചുമന്ന ഡ്രസ് മതി. അയ്യേ അത് കൊള്ളില്ല. ഇതല്ലേ മോടെ പിറന്നാളിന് മേടിച്ചത്. അപ്പൊ ഇതല്ലേ ഇടേണ്ടത്. ഓക്കേ ഓക്കേ, എന്നാ എനിക്ക് ഡ്രസ് ഇട്ടാ മതി. ഓക്കേ, വാ എഴുന്നേറ്റെ വാ. പപ്പയുടെ പോയി അമ്മ. പപ്പ മോളുടെ ബർത്ത്ഡേക്ക് കേക്ക് മേടിക്കാൻ പോയതാ. മണിക്കൂർ 2 ഈ മനുഷ്യനിത് എവിടെ പോയി കിടക്കുക. ഒരു സാധനം മേടിക്കാൻ പറഞ്ഞിട്ട് ആ വഴിക്കൊരു പോക്കാം. മിനി, നീ ഇതുവരെ റെഡി ആയില്ലേ? അവര് വരാറായി. നിങ്ങൾ ഇതുവരെ എവിടെ ആയിരുന്നു? ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇന്നേ നമ്മുടെ മോളുടെ ബർത്ത്ഡേയാ. അതെനിക്കറിയാം. അതൊന്നാമത്തെ കാര്യം. പിന്നെ ഇന്നിവിടെ വരുന്നതേ ജോസഫ് സാർ ഫാമിലിയാണ്. അവരെ ഇങ്ങോട്ട് വിളിച്ചതിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അവരാരാന്ന് നിങ്ങൾക്ക് അറിയാലോ? അറിയാം. അവരുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കി എടുക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു. അത് കളഞ്ഞു കുളിക്കരുത്. എന്തോരം ബിസിനസ് അയാൾക്കുള്ളത്. അതിലേതെങ്കിലും കമ്പനി നിങ്ങൾക്ക് ജോലി കിട്ടില്ലേ പിന്നെ നമുക്ക് വെച്ചിട്ട് കേട്ടാവാം. അതുകൊണ്ടാണ് ഇല്ലാത്ത കാശ് മുടക്കി ഞാൻ എല്ലാം വാങ്ങി വെച്ചിരിക്കുന്നത്. അല്ലാതെ എനിക്ക് തലയ്ക്ക് സുഖമായിട്ടല്ല. പിന്നെ നിങ്ങളുടെ കൂട്ടുകാരനുണ്ടല്ലോ ആ ഓട്ടക്കാരൻ രതീഷ്, അയാളല്ലേ ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. അത് ഓർമ്മ വേണം. അതെനിക്ക് അറിഞ്ഞൂടെ. നമ്മുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണ്ടേ? മോളെ, ഇന്നേ ഇവിടെ ഒരു ആന്റി ആങ്കിലും വരും. അവർ വരുമ്പോ തന്നെ മോൾ അവരെ കെട്ടിപ്പിടിക്കണം. അവര് മോളുടെ ബർത്ത്ഡേക്ക് കുറെ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുവരും. മോൾ അവരുടെ കൂടെ തന്നെ നിൽക്കും. ആലോചിക്കാതെ നിങ്ങൾ പോയി കുളി. അവരിപ്പോ വരും. മിനി, എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റിയോന്നൊരു തോന്നൽ. എന്താ? ഞാൻ ഇന്ന് രാവിലെ രതീഷിന്റെ ഓട്ടോക്കകത്ത് പോയില്ലേ? അയാൾ എന്താ ഓട്ടക്കാശ് വല്ലതും വാങ്ങിച്ചു? എവിടെ? നമ്മളിതൊരു 5 ദിവസം പോലും കൊടുത്തിട്ടില്ലല്ലോ. പിന്നെന്താ പ്രശ്നം? ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോ അറിയാതെ മോളുടെ ബർത്ത്ഡേയുടെ കാര്യം സംസാരിച്ചോ എന്നൊരു സംശയം. ഓ, നശിപ്പിച്ചാ. ഇല്ല, നീ ടെൻഷൻ അടിക്കണ്ട. അവൻ വരത്തില്ല. ഉറപ്പാ, അവൻ വരത്തില്ല. എന്നാ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. പണിയായി. അച്ചുകുട്ടാ, ഇങ്ങോട്ടും തിരിഞ്ഞ നോക്കട്ടെ. സുന്ദരിയായല്ലോ. കൂട്ടുകാർക്ക് മുട്ടായി കൊടുക്കണ്ടേ നമുക്ക്? അപ്പൊ അങ്ങോട്ട് തന്നെ അമ്മി ഒരുങ്ങി നോക്ക്. വലിയ പിണക്കത്തിലാ. കേട്ടാ, മോളവിടെ പോയി ശരി പപ്പ. ഹലോ, പറന്ന് ഇരി. എന്തായി പിണക്കം? ഇതുവരെ പിണക്കം മാറിയില്ലേ? നീ ഒന്ന് കേട്ടെ, നീ ടെൻഷൻ അടിക്കണ്ട. രതീഷ് എന്തായാലും വരത്തില്ല. ഉറപ്പാണ്. ജോസഫ് സാർ വരട്ടെ, നമ്മളെല്ലാ പ്ലാനും വർക്കൗട്ട് ആവും. ഓക്കെ. അയ്യോ, നിങ്ങൾ വേഗം റെഡി ആയിക്കോ.
നീ വിടട്ടോ. ജോസഫ് സാറേ കാത്തോളൂന്നേ. എന്താണ് ഇങ്ങനെ നോക്കുന്നത്? എന്താണ് ഇവിടുത്തെ പരിപാടി? എന്താ മൊത്തൊരു വിഷമം? ഞാൻ വരെ ലേറ്റ് ഉണ്ടാണോ? മോളെ എവിടെ? മോളെ, ആഹാ, ഹായ്, ഹായ്. ഹാപ്പി ബർത്ത്ഡേ മോളെ. താങ്ക് യു. ഓ ചുന്ദ്രി. ആ എടാ, ഒരു കാര്യം പറയാൻ മറന്നു ഞാൻ. നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്തേ ഒരു ബൈക്കിൻ്റെ ഷോറൂം ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നിനക്കെന്തായാലും പണിയിലായിരിക്കല്ലേ, നമുക്കൊന്ന് നോക്കാൻ വേണമെങ്കിൽ. എനിക്ക് ആ മുതലാളിയെ പരിചയമുണ്ട്. ഞാൻ ആളുടെ ഓട്ടോ ഒക്കെ പോക്കുള്ളേ. അപ്പം നോക്കിയിട്ട് പറ നീ. ആ മിനി അവിടെ കണ്ടില്ലല്ലോ. ഞാൻ നോക്കിയിട്ട് വരാം. നോക്കട്ടെ. വീണ്ടും പണിയായി. മിനി ദേഹം മണ്ണടി. തന്നെ കൊണ്ട് എന്തിനു കൊള്ളാടോ? അല്ല, എന്നെ പറഞ്ഞാ മതി. ഒരു ജോലിയും കൂലി ഇല്ലാതെ തന്റെ കൂടെ ഇറങ്ങി വന്ന് എന്നെ വേണം അടിക്കാൻ. ഹായ്. ഞാൻ ഇല്ലാത്ത കാശ് മുടക്കി ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്റെ ഓട്ടക്കാരന് തിന്നാനല്ല. നീ ഒന്ന് പതുക്കനെ പറ, അവൻ കേൾക്കുന്നുണ്ട്. തനിക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടല്ലോ. ഇന്ന് അയാളെ പിടിച്ച് ഇവിടെ കൊണ്ട് നിർത്തുവോ? മര്യാദയ്ക്ക് അയാളെ പറഞ്ഞുവിട്. അയ്യോ, എങ്ങനെയാ മിനി? ഒരു ഗ്ലാസ് വെള്ളം തരുമോ? അതിനെന്താ? എനിക്കൊരു ഓട്ടോ ഉണ്ട് ഹസൻ്റെ. ഞാൻ അങ്ങോട്ട് പോയിട്ട് തനിക്ക് കുറച്ചെങ്കിലും ബുദ്ധി ഉണ്ടല്ലോ. ഇന്ന് അയാളെ പിടിച്ച് ഇവിടെ കൊണ്ട് നിർത്തുവോ? മര്യാദയ്ക്ക് അയാളെ പറഞ്ഞുവിട്. എന്റെ മിനി, നീ വിളിച്ചല്ല, ഒന്ന് അടങ്ങ്. എന്തിനെങ്കിലും ബഹളം വെക്കുന്നത്? ഞാൻ മനഃപൂർവ്വം വിളിച്ചല്ലെന്ന് പറഞ്ഞില്ലേ? പോയില്ലേ? നീ എന്താണ് ടെൻഷൻ അടിക്കുന്നത്? ബാക്കിയുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാൻ നോക്ക്. ചുമ്മാ ഇരുന്ന് ടെൻഷൻ അടിക്കുന്നത്. കൂൾ ഡൗൺ, കൂൾ ഡൗൺ. ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കാറില്ലേ? ഞാനൊന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ മനഃപൂർവ്വം ചെയ്തല്ല എന്നുള്ളത്. കണ്ട, ജോസഫ് സാർ വന്നു. നിന്റെ പ്രശ്നം മാറിയല്ല. ഞാൻ ജോസഫ് സാറിൻ്റെ വീട്ടിലെ ഡ്രൈവറാണ്. പിന്നെ ഇവിടുത്തെ മോളുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു സാറ്. ആ, സാറ് ഫാമിലി ഒന്നും വന്നില്ലേ? വരുമെന്നാണല്ലോ പറഞ്ഞത്. ഇല്ല, സാറിൻ്റെ ഫ്രണ്ടിൻ്റെ കൊച്ചിൻ്റെ ബർത്ത്ഡേ. അവരിപ്പോൾ ഫാമിലിയായിട്ട് അവിടേക്ക് പോയിരിക്കുക. കൊച്ചിൻ്റെ ബർത്ത്ഡേ അല്ലേ അപ്പം? ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ട് സാറ്. അല്ല, അവരൊക്കെ ഓരോന്ന് ചോദിച്ചു ഞങ്ങളെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തേ. ആ, നിങ്ങൾ എന്താ അറേഞ്ച്മെന്റ്സ് ചെയ്ത് ഇവിടെ? ഞങ്ങൾ പൊറോട്ട, ചപ്പാത്തി, അതിനുള്ള കുറെ കറികളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പൊറോട്ടയും ചപ്പാത്തിയോ? ജോസഫ് സാറിനാ? അവരൊന്നും കഴിക്കത്തില്ലെന്നേ. നിങ്ങളൊരു കാര്യം ചെയ്യും, എന്തായാലും മേടിച്ചല്ലോ, പൊതിഞ്ഞിങ്ങി എടുത്തേക്ക്. എനിക്ക് വൈകിട്ടത്തേക്കാവുമല്ലോ.
എന്താ വിഷമിച്ചിരിക്കുന്നത്? എന്തൊക്കെയായിരുന്നു നീ കാണിച്ചു കൂട്ടിയ? ഒരു പാവപ്പെട്ട ആട്ടോക്കാരൻ വന്നപ്പോൾ നീ എന്തൊക്കെയാ കാണിച്ചത്? ഏത് സമയം നമ്മുടെ കൂടെ വന്നവനല്ലോ. എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ്? ജോസഫ് സാർ എവിടെ ഇപ്പം? എവിടെ? എന്നാ ജോസഫ് സാർ എന്ന 10 രൂപയുടെ മുട്ടായി കഴിച്ചോണ്ടിരുന്നോ? ജോസഫ് സാർ പാപ്പ അമ്മ ഹായ് മോളൂട്ടി, ഇത് നല്ല ഉടുപ്പാണല്ലോ. ഇതിപ്പോ അങ്കിൾ തന്നെയാ. ഇതോ? ഇതും ഇപ്പൊ അങ്കിൾ തന്നെയാ. നോക്കിയേ, ആ ഓട്ടോക്കാരന്റെ സമ്മാനം. ഓരോ കഥകളും ഓരോ ജീവിതങ്ങളാണ്. ഇങ്ങനെയും ചിലരുണ്ടെന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ.